അപ്പം നമുക്കിനി ലോജിക്കൽ റീസണിങ് പഠിക്കാം. ഓക്കെ, റീസണിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സിസാറ്റിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ ചോദിക്കും. ഓക്കെ, അപ്പം ഈ റീസണിങ്ങിൻ്റെ ലോജിക്കൽ റീസണിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കിതൊരു ഇപ്പം ചില ആൾക്കാർ മാത്സിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ചില ആൾക്കാർ ഇംഗ്ലീഷിൽ സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, അപ്പം മാത്സിൽ സ്ട്രോങ് ആയ ആൾക്കാരുടെ ഇംഗ്ലീഷ് കുറച്ച് വീക്ക് ആയിരിക്കും, നേരെ തിരിച്ചും അതേപോലെ മാത്സ് വീക്ക് ആവുന്നുണ്ടാവും. ഓക്കെ, ഇത് ഏത് ആൾക്കാർക്കും ഏത് തരത്തിലുള്ള ആൾക്കാർക്കും സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് ലോജിക്കൽ റീസണിങ്. ഓക്കെ, അപ്പം ഈ ഏരിയയിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, ഈ ക്വസ്റ്റ്യൻ നമുക്ക് മിസ്സാവാതെ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പം ലോജിക്കൽ റീസണിങ്ങിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് ഇക്വേഷൻസ് ഇല്ല, പ്രത്യേകിച്ച് സ്റ്റെപ്പുകളൊന്നും പഠിപ്പിക്കാനില്ല. ഇവിടെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം, അതെങ്ങനെയാണ് ക്രാക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ ലോജിക്കൽ റീസണിങ് ചെയ്യേണ്ടത് നമുക്ക് ഒരു കാരണവശാൽ ഇത് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല, നമ്മൾ മനസ്സിലിട്ടിട്ട് ചെയ്യാൻ പാടില്ല. മാക്സിമം എഴുതുക, വരയ്ക്കുക, എന്തെങ്കിലും ടേബിൾ വരയ്ക്കാൻ പറ്റുന്ന വരയ്ക്കുക, അതേപോലെ കമ്പയർ ചെയ്ത് നോക്കുക, ഹൈറ്റ് ഒക്കെ ലൈനിട്ട് വരയ്ക്കുക. ഓക്കെ, എഴുതിയും വരച്ചും തന്നെ നമുക്ക് എന്ത് ചെയ്യണം, സോൾവ് ചെയ്യാൻ നിന്നാൽ ഇത് ആൻസർ തെറ്റിപ്പോകലാം. ഓക്കെ, അപ്പം മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് ചിലപ്പം ആൻസർ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് ടഫ് ആണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വന്നിട്ട് ആൻസർ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തത്, ഈ ഏരിയയിലുള്ള ക്വസ്റ്റ്യൻ്റെ അകത്ത് ചില സിറ്റുവേഷൻ കാണാം, എ ഗ്രേറ്റർ ദാൻ ബി, അതായത് എ എന്നുള്ള ആൾക്ക് ബി യെക്കാളും ഏജ് കൂടുതലാണ്. ഓക്കെ, സിക്ക് ബി യെക്കാളും ഏജ് കൂടുതലാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റുകൾ ഈ പ്രോബ്ലത്തിൻ്റെ അകത്ത് കാണാം. ഓക്കെ, ഇത്തരം സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ലൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. അപ്പം എ എന്ന് പറയുന്നത് ബി യെക്കാളും ഏജ് കൂടുതലാണെങ്കിൽ എ എന്ത് ചെയ്യുക, ഒരു വലിയ ലൈൻ വെച്ചും ബി എ ഒരു ചെറിയ ലൈൻ വെച്ചും റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, എ ബി ഫൈൻ. അപ്പം സി എന്താണ്, പിന്നെ ബി യെക്കാളും വലുതാണെന്ന് പറയുമ്പം ബി യെക്കാളും വലിയൊരു ലൈനിൽ എന്ത് റെപ്രസെന്റ് ചെയ്യാം, സി റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ നമുക്ക് ഒരു കമ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തരികയാണെങ്കിൽ, ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തരികയാണെങ്കിൽ അത് ചെയ്യാം, ലൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ തെറ്റാതെ നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് കുറച്ച് ഡിഫറെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം, അത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യാന്ന് കാണിച്ചു തരാം. എന്നിട്ട് ബാക്കി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ക്വസ്റ്റ്യൻ ഒക്കെ എടുത്ത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ നമുക്ക് സ്ട്രോങ് ആയിട്ട് വെക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, മിസ്സാക്കാൻ പാടില്ല. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Question 1. A person is standing on the first step from the bottom of a ladder. If he has to climb more steps to reach exactly the middle step, how many steps does the ladder have? How many steps does the ladder have? Okay, ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നമുക്ക് ലാഡർ വരയ്ക്കാം. ഓക്കെ, ലാഡർ വരച്ചു. A person standing on the first step from the bottom of a ladder. അപ്പം ഇതിന്റെ ബോട്ടത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിലാണ് ആരിയിരിക്കുന്നത്, എ പേഴ്സൺ ഇരിക്കുന്നത്. ഓക്കെ, പേഴ്സൺ സിറ്റ് ഓൺ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഫ്രം ദ ബോട്ടം. ഇനി എന്താ പറയുന്നത്, ഇഫ് ഹി ഹാസ് ടു ക്ലൈംബ് 4 more steps to reach exactly middle. ഓക്കെ, സ്റ്റേറ്റ്മെന്റിൽ വായിച്ചു നോക്കണം, 4 more സ്റ്റെപ്പ് ആണ് to reach exactly the middle step. Okay, exactly the middle step. How many steps does the ladder have? അപ്പം ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്നിട്ട് 4 സ്റ്റെപ്പ് എക്സ്ട്രാ കയറുകയാണ്. 1 2 3 4, 4 സ്റ്റെപ്പ് എക്സ്ട്രാ കയറി കഴിഞ്ഞാൽ അങ്ങനെ എവിടെ എത്തി, എക്സാക്ട്ലി ദ മിഡിൽ സ്റ്റെപ്പിലെത്തി. ഓക്കെ, എക്സാക്ട്ലി ദ മിഡിൽ സ്റ്റെപ്പിലെത്തി. അപ്പം ഇത് മിഡിൽ സ്റ്റെപ്പാണ്. അത് മിഡിൽ സ്റ്റെപ്പ് ആണെങ്കിൽ എന്താണ്, എത്രത്തോളം താഴെ ലാഡർ ഉണ്ടോ അത്ര തന്നെ മേലെ സ്റ്റെപ്പ് ഉണ്ടാവും. ലാഡറിന് താഴെ എത്ര സ്റ്റെപ്പ് ഉണ്ട് അത്ര തന്നെ മേലെ സ്റ്റെപ്പ് ഉണ്ട്. അതാണ് മിഡിൽ സ്റ്റെപ്പിന്റെ പ്രത്യേകത, അല്ലെ? താഴെ എത്ര സ്റ്റെപ്പ് ഉണ്ട് അത്ര തന്നെ മേലെ സ്റ്റെപ്പ് ഉണ്ടാവും. സോ ഈ മിഡിൽ സ്റ്റെപ്പിന്റെ താഴെ എത്ര സ്റ്റെപ്പ് ഉണ്ട്, 4. സോ മേലെ എത്ര സ്റ്റെപ്പ് ഉണ്ടാവും, ഇറ്റ്സ് 4. സോ ടോട്ടൽ എത്ര സ്റ്റെപ്പ് ആയി, 4 + 4 8 + 1 9. ഓക്കെ, അപ്പൊ എത്ര സ്റ്റെപ്പ് ഉണ്ട്, 9 സ്റ്റെപ്പ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് വേറൊരു കാര്യം ആലോചിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മിഡിൽ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒരിക്കലും അവിടെ ഒരു ഈവൻ നമ്പർ ആൻസർ വരികയില്ല. കാരണം എന്താണ്, ഈവൻ നമ്പർ ആയിട്ടുള്ള സ്റ്റെപ്പിൽ നമുക്കൊരു മിഡിൽ സ്റ്റെപ്പ് പറയാൻ പറ്റില്ല, അവിടെ 2 നമ്പർ ഉണ്ട് മിഡിൽ. സോ നമുക്ക് 8ഉം എയും ബിയും എങ്ങനെയായാലും ആൻസറിൽ വരികയില്ല. സോ നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, 11 അല്ല 9 ആണെന്ന് മനസ്സിലാവും. സോ ആൻസർ എന്താണ് ഇവിടെ
ഇതുപോലെ ആയിരിക്കണം നമ്മൾ എന്തെങ്കിലും വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വരച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യില്ല, ആൻസർ തെറ്റിപ്പോയാൽ. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. A ate grapes and pineapple. B ate A ate grapes and pineapple. B ate grape and orange. C ate orange, pineapple, and apple. D ate grape, apple, pineapple. After the taking fruits, B and C fell sick. Okay. അപ്പം ABCD എന്ന് പറഞ്ഞ 4 പേരുണ്ട്. അവർ ഡിഫറെന്റ് എന്താ ഫ്രൂട്ട്സ് കഴിച്ചിരിക്കുകയാണ്. ഫ്രൂട്ട്സ് കഴിച്ചതിന് ശേഷം ബിക്കും സിക്കും എന്ത് പറ്റി, അവർ രണ്ടുപേരും സിക്കായി. സോ B and C fell sick. In the light of the above fact, it can be said that the cause of sickness was A apple, B pineapple, C grape, D orange. ഇതിൽ ഏതാണ് ഈ ഒരു സിക്ക് ഉണ്ടാവാനുള്ള റീസൺ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. അപ്പൊ നമുക്ക് ഇവിടുന്ന് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബിയും സിയും ആണ് സിക്കായത്. അപ്പം ബിയും സിയും എന്താണ് കഴിച്ചതെന്ന് നോക്കാം. ഓക്കെ, ബിയും സിയും എന്താണ് കഴിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പം നമുക്ക് എന്ത് മനസ്സിലാവും, ബി എന്ത് കഴിച്ചിട്ടുണ്ട്, ഗ്രേപ്പ് കഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഗ്രേപ്പ് കഴിച്ചിട്ടുണ്ട്, ഓറഞ്ച് കഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടാണ് ബി കഴിച്ചത്. ഫൈൻ. അപ്പം ഫൈൻ. ഇനി അടുത്തത് സി എന്തൊക്കെയാ കഴിച്ചത്, സി എന്ത് കഴിച്ചിട്ടുണ്ട്, ഗ്രേപ്പ് കഴിച്ചിട്ടുണ്ട്, സോറി ഗ്രേപ്പ് അല്ല ഓറഞ്ച്. ഓക്കെ, ഓറഞ്ച് കഴിച്ചിട്ടുണ്ട്, പൈനാപ്പിൾ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, ആപ്പിൾ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, ആപ്പിൾ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, ഫൈൻ, ആപ്പിൾ കഴിച്ചിട്ടുണ്ട്. അപ്പം ഇത് മൂന്നാണ് ആര് കഴിച്ചത്, സി കഴിച്ചത്. ഓക്കെ, അപ്പം ഇവർ രണ്ടുപേരും സിക്കായെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് കഴിച്ച എന്തോ ആണ് പ്രശ്നക്കാരൻ. സോ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കഴിച്ച എന്താണ്, ഇറ്റ്സ് ഓറഞ്ച്. ഓക്കെ, ഓറഞ്ച് ആണ്. അപ്പം ആൻസർ എന്താണ് വരിക, ഓപ്ഷൻ ഡി ഓറഞ്ച് ആണ്. ഓക്കെ, അപ്പം ഇത് നമുക്ക് അവിടെ വെച്ച് നമുക്ക് കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അവിടെ വെച്ച് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പം കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ ജസ്റ്റ് ഇതുപോലെ എന്ത് ചെയ്യാം, എഴുതി നോക്കിയാൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ക്ലിയർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, കൺസിഡർ ദാറ്റ് എ ഈസ് ടോളർ ദാൻ ബി. ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് കമ്പാരിസൺ വന്നത്. ഓക്കെ, സി ഈസ് ടോളർ ദാൻ എ, D is taller than C, E is the tallest of all. If they are made to sit the above order of their height, who will occupy the mid position? Okay, നമുക്ക് നോക്കാം, നമുക്ക് വരച്ച് നോക്കാം. A is taller than B ആണല്ലേ, A is taller than B. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, A B, B യെ ചെറിയ ലൈന് വെച്ചും A വലിയൊരു ലൈന് വെച്ചും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഫൈൻ. A is taller than B. ഓക്കെ, നമുക്ക് ആ ഫിഗർ കണ്ടാൽ അറിയാം എന്താണ് B യേക്കാൾ വലുതാണ്. ഇനി സി ഈസ് ടോളർ ദാൻ എ. അപ്പം സി എന്ന് പുതിയൊരാൾ വന്നു, അങ്ങനെ എന്താണ് എക്കാളും വലിയ ആൾക്കാരാണ്. സോ ഞാൻ എന്ത് ചെയ്തു, അതിനെ വലിയ ലൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്തു. ഇനി ഇ ഈസ് ടോളസ്റ്റ് ഓഫ് ഓൾ. അപ്പം ഇ എന്ന് പറയുന്നത് എന്താണ്, ഇതിലൊക്കെ ഏറ്റവും ഹൈറ്റ് കൂടിയ ആളാണ് ഇ ഈസ് ടോളസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, അപ്പം ഓക്കെ, ഒരാൾ മിസ്സായി പോയല്ലോ, സി അല്ലെ, ഡി. ഓക്കെ, ഇവിടെ ആര് വരുന്നുണ്ട്, ഡി വരുന്നുണ്ട്. ഓക്കെ, ഡി ഈസ് third statement. D is taller than C. Okay, D is taller than C. D is taller than C. അപ്പം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഞാൻ വരച്ചു. അപ്പോൾ നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദേ ആർ മെയ്ഡ് ടു സിറ്റ് ഇൻ ദി എബോവ് ഓർഡർ ഓഫ് ദർ ഹൈറ്റ്. അപ്പോൾ ഹൈറ്റിന്റെ ഓർഡറിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഞാൻ ഓൾറെഡി വരച്ചത് അങ്ങനെ തന്നെ വന്നിട്ട്, അഥവാ നമ്മൾ വരയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ആ ഓർഡറിൽ ഇരുത്തുക. ഓക്കെ, ഓർഡറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. Okay, who will occupy the mid position? Okay, middle position ആരാളുള്ളത്, it's C. ഇവിടെ ആൻസർ എന്താണ്, ഓപ്ഷൻ സി ആണ്. ഫൈൻ. അപ്പം ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന എന്തെങ്കിലും സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ലൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്യാം, നമുക്ക് ആൻസറിലേക്ക് എത്തും. ഓക്കെ, ഫൈൻ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. A lady's finger is tastier than cabbage. Statement 2. Cauliflower is tastier than lady's finger. 3. Cabbage is not tastier than peas. The conclusion that can be drawn from this statement is that
A, peas are as this tasty as lady's finger. B, peas are as tasty as cauliflower and lady's finger. C, cabbage is the least tasty of the 4 vegetables. D, cauliflower is tastier than cabbage. Okay, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വരച്ചു നോക്കാം. ലേഡീസ് ഫിംഗർ ഈസ് ടേസ്റ്റിയർ ദാൻ ക്യാബേജ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ലേഡീസ് ഫിംഗർ ആണിത്, ക്യാബേജിനേക്കാളും എന്തുണ്ടെന്ന് പറഞ്ഞത് ടേസ്റ്റ് ഉള്ളതാണ്. അപ്പൊ ക്യാബേജ് ഞാൻ ചെറിയ ലൈൻ വെച്ചിട്ടും ലേഡീസ് ഫിംഗർ വലിയ ലൈൻ വെച്ചും റെപ്രസെന്റ് ചെയ്യും. ക്ലിയർ. ഇനി അടുത്തത് കോളിഫ്ലവർ ഈസ് ടേസ്റ്റിയർ ദാൻ ലേഡീസ് ഫിംഗർ. സോ ഞാൻ എന്ത് ചെയ്യും, കോളിഫ്ലവറിന് കുറച്ചുകൂടി വലിയ ലൈൻ വെക്കും. കോളിഫ്ലവർ cabbage is not tastier than peas. Okay, cabbage എന്താണെന്ന് പറഞ്ഞത് പീസിനേക്കാളും ടേസ്റ്റ് ഇല്ല. ഓക്കെ, പക്ഷെ അവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. കാബേജിന് പീസിനേക്കാളും ടേസ്റ്റ് ഇല്ല, അതിന് മുകളിൽ ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞുള്ളൂ. കാബേജിന് പീസിനും സെയിം ടേസ്റ്റ് വരാനുള്ള പോസിബിലിറ്റി അവിടെ ഉണ്ട്. ഓക്കെ ഫൈൻ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ഈ പീസ് ഒന്നുകിൽ എന്തായിരിക്കാം, കാബേജിന്റെ അതേ ടേസ്റ്റ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അതിനേക്കാളും വലുതായിരിക്കാം. ഈ വലുതാവെന്ന് പറഞ്ഞത് എത്രത്തോളം ടേസ്റ്റ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ലേഡീസ് ഫിംഗറും കോളിഫ്ലവറിന്റെയും പിയുമായിട്ട് കമ്പയർ ചെയ്തിരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് തന്നിട്ടില്ല. സോ പിയുടെ കൃത്യമായിട്ടുള്ള ഒരു കമ്പാരിസൺ എനിക്കറിയില്ല. ഒന്ന് മാത്രമേ എനിക്കറിയൂ, എന്തല്ല, അത് ക്യാബേജിനേക്കാളും ടേസ്റ്റ് കുറവല്ല. പീസിന് ക്യാബേജിനേക്കാളും ടേസ്റ്റ് കുറവല്ല എന്നൊറ്റ സ്റ്റേറ്റ്മെന്റ് മാത്രമേ എനിക്ക് അവിടുന്ന് ക്ലാരിറ്റി ഉള്ളൂ. ഇനി നമുക്ക് ഓപ്ഷൻ്റെ അകത്തേക്ക് നോക്കാം. പീസ് ആർ ടേസ്റ്റി ആർ ആസ് ടേസ്റ്റി ആസ് ലേഡീസ് ഫിംഗർ. ഓക്കെ, ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല, ലേഡീസ് ഫിംഗറും പീസും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം അങ്ങനെ സ്റ്റേറ്റ്മെന്റ് തന്നില്ല. സോ നമുക്ക് റോങ് ആയിട്ട് എടുക്കാം. പീസ് ആർ ആസ് ടേസ്റ്റി ആസ് കോളിഫ്ലവർ ആൻഡ് ലേഡീസ് ഫിംഗർ. ഓക്കെ, അപ്പം അത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ, കോളിഫ്ലവറും ലേഡീസ് ഫിംഗറും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സി cabbage is the least tasty of the 4 vegetable. ഓക്കെ, അപ്പൊ നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാബേജിനും പീക്കും ഒരേ ടേസ്റ്റ് വരാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. എന്നിരുന്ന് നമുക്ക് റോങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. അത് നമുക്ക് ഡി നോക്കാം. കോളിഫ്ലവർ ഈസ് ടേസ്റ്റിയർ ദാൻ ക്യാബേജ്. ഓക്കെ, അത് നമുക്ക് ക്ലിയർ ആണ് അല്ലെ. കോളിഫ്ലവറിന് ക്യാബേജിനേക്കാളും ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് 2 ലൈനും നോക്കി അറിയാം. ഓക്കെ, കോളിഫ്ലവർ ഈസ് ടേസ്റ്റിയർ ദാൻ ക്യാബേജ്, അത് കറക്റ്റ് ആണ്. അപ്പം ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. സിയിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ബെസ്റ്റ് ആൻസർ ചൂസ് ചെയ്യണം. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, സി എടുക്കേണ്ട ആവശ്യമില്ല, അവിടെ നിന്ന് കൺഫ്യൂഷൻ ആണ്. സോ നമുക്ക് ഡി ക്ലിയർ ആണ്, ശരിയാണെന്നുള്ള കാര്യം. സോ ആൻസർ നമുക്ക് പോവാം, ഡിയിലേക്ക് പോവാം. കോളിഫ്ലവർ ഈസ് ടേസ്റ്റിയർ ദാൻ ക്യാബേജ്. ഓക്കെ, അപ്പം എക്സ്പ്ലനേഷൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. There are some nectar-filled flowers on a tree and some bees are hovering on it. If one bee lands on each flower, one bee will be left out. If 2 bees land on each flower, 1 flower will be left out. The number of flowers and bees respectively are. Okay, fine. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ബീസ് ആണ് അല്ലെ, റെസ്പെക്റ്റീവ്ലി. അപ്പം ഇവിടെ എന്താണ്, ഇത് ഫ്ലവേഴ്സിന്റെ എണ്ണാണ്, ഇത് ബീസിന്റെ എണ്ണാണ്. ഫൈൻ, ഇത് ഫ്ലവേഴ്സിന്റെ എണ്ണാണ്, ഇത് ബീസിന്റെ എണ്ണാണ്. അപ്പം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ഓക്കെ, നെക്ടാർ ഫിൽഡ് ഫ്ലവേഴ്സ് ഉണ്ട്, അതേപോലെ കുറച്ച് ബീസ് പോകുന്നുണ്ട്. എത്രയാണ് ബീസ് ആണ്, എത്രയാണ് ഫ്ലവേഴ്സ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഇഫ് 1 bee lands on each flower, okay, 1 bee lands on each flower, ഓരോ ബീയും ഓരോ ഫ്ലവറിൽ ഇരിക്കുകയാണെങ്കിൽ 1 bee will be left out. ഓക്കെ, അപ്പം ഒരു ബി എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം ഓരോ ഫ്ലവറിലും ഓരോ ബി വന്നിരിക്കുകയാണെങ്കിൽ ഒരു ബി എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പം ഇവിടെ ബീസ് ആണ് കൂടുതലുള്ളത്, ക്ലിയർ ആണ്. സോ ബീസ് കൂടുതലും ഫ്ലവേഴ്സ് കുറവാണ്. അപ്പം ഓപ്ഷൻ്റെ അകത്ത് നേരെ തിരിച്ചു വരുന്ന ഓപ്ഷൻ രണ്ടെണ്ണം നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്ത് കളയാം അല്ലെ. 3, 2 ആൻഡ് 4, 3 ഇത് രണ്ടും നമുക്ക് ആൻസർ വരാൻ ചാൻസ് ഇല്ല. കാരണം എന്താണ്, അവിടെ ഫ്ലവേഴ്സ് ആണ് കൂടുതൽ. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. 1 bees are lands on each flower, 1 bee will be. അപ്പം ബീസ് ആണ് ഇവിടെ കൂടുതൽ, ക്ലിയർ ആണ്. സോ നമുക്ക് ബാക്കി 2 ഓപ്ഷൻ ആണ് ബാക്കി ഇരിക്കുന്നത്. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാനേ പറ്റൂ,
ട്രയൽ ആൻഡ് എറർ ചെയ്യാനേ പറ്റും. കാരണം നമുക്കിത് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പോകാൻ ഒരു വഴിയോ ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിന്റെ അകത്തുള്ള ട്രയൽ ആൻഡ് ആൻസർ എടുത്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ അകത്തേക്ക് പോകാം. സോ പക്ഷേ ഇവിടെ നമുക്ക് അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് രണ്ട് ഓപ്ഷൻ ഞാൻ എലിമിനേറ്റ് ചെയ്തത്. അപ്പം എൻ്റെ നമ്പർ ഓഫ് ട്രയൽസ് കുറയും. ഓക്കെ, അപ്പം ഒന്നാമത്തെ നോക്കാം. സപ്പോസ് എ എടുത്ത് നോക്കാം. എ എന്താണ് പറയുന്നത്, 2 ഫ്ലവർ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, 2 ഫ്ലവർ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി 4 ബീസ് ഉണ്ട്. സോ ഞാൻ ബീസിനെ ഇങ്ങനെ വരയ്ക്കുന്നു സിംപ്ലിസിറ്റി. ഓക്കെ, അപ്പൊ 4 ബീസ് വരച്ചു, 2 ഫ്ലവർ വരച്ചു. എന്താണ് പറയുന്നത്, ഈ 1 ബീസ് ലാൻഡ് ഓൺ ഈച്ച് ഫ്ലവർ. അപ്പം ഒരു ബി ഇവിടെ ഇരുന്നു, ഒരു ബി ഇവിടെ ഇരുന്നു, 1 ബി വിൽ ബി ലെഫ്റ്റ് ഔട്ട്. അല്ല, ഇവിടെ 2 ബീസ് ലെഫ്റ്റ് ഔട്ട് ആയി. അപ്പം സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്, ഓപ്ഷൻ എ എന്താണ്, റോങ്. ഫൈൻ. ഇനി നമുക്ക് സി നോക്കാം. സി നോക്കാം. 3 ഫ്ലവേഴ്സ് ഉണ്ട്, 4. ഓക്കെ, 3 ഫ്ലവേഴ്സ്, ഒരു ഫ്ലവേഴ്സ് കൂടി ഞാൻ എക്സ്ട്രാ വെക്കുന്നു. ഓക്കെ, മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പൊ ഞാൻ 3 ഫ്ലവേഴ്സും അതേപോലെ 4 ബീസും വരച്ചു. 3 ഫ്ലവേഴ്സും 4 ബീസും വരച്ചു. ഇനി നമുക്ക് നോക്കാം. ഈ ബി വന്നിട്ട് ഇവിടെ ഇരിക്കുന്നു ഒരു ഫ്ലവറിൽ. ഓക്കെ, ഈ ബി ഇവിടെ ഇരിക്കുന്നു. ഫൈൻ. ഈ ബി വന്നിട്ട് ഇവിടെ ഇരിക്കുന്നു. സോ എന്ത് സംഭവിച്ചു, 1 ബി വിൽ ബി ലെഫ്റ്റ് ഔട്ട്. ഓക്കെ, ഫൈൻ. ആക്ച്വലി നമുക്ക് ഒരു ഓപ്ഷനെ അവസാനിക്കുന്നുണ്ട്, നമുക്ക് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ മതി. അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ കറക്റ്റ് ആകുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഈ 2 ബീസ് ലാൻഡ്സ് ഓൺ ഈച്ച് ഫ്ലവർ. അപ്പൊ 2 ബി എന്താണ്, ഈ 2 ബിയും കൂടി ഈ ഫ്ലവറിൽ വന്നിരിക്കുകയാണ്. ഓക്കെ, ഈ 2 ഫ്ലവറും കൂടെ, ഈ 2 ബീസും കൂടി ഈ ഫ്ലവറിൽ വന്നിരിക്കുകയാണ്. ഫൈൻ. ഈച്ച് ഫ്ലവർ, ദെൻ 1 ഫ്ലവർ വിൽ ബി ലെഫ്റ്റ് ഔട്ട്. ശരിയല്ലേ, ആ ഫ്ലവർ മാർക്ക് ചെയ്യും. ഫൈൻ. അപ്പം നമ്മുടെ ഓപ്ഷൻ സി എന്താണ്, കറക്റ്റ് ആൻസർ ആണ്. ഇവിടെ ആൻസർ എന്താണ്, സി ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രയൽ ആൻഡ് എറർ ചെയ്യാനേ പറ്റൂ. നമുക്ക് പിന്നെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ അകത്തുനിന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പം ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. 12 മിനിറ്റ് ആയി. ഓക്കെ, അത് മതിയാവും. ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്, അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, എക്സ്ട്രാക്ട് ഒന്നേയുള്ളൂ. അപ്പം നമുക്ക് ഈ ടോപ്പിക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് അടുത്തെടുക്കാം.